പി കേശവദേവ് സ്മാരക സമിതിയുടെ ആഭിമുഖ്യത്തിൽ കേശവദേവിൻ്റെ 120-ാം ജന്മദിന ആഘോഷവും അതിനോടനുബന്ധിച്ചുള്ള പുരസ്കാര ദാനവും 30-ാം തീയതി കോഴിക്കോട് വേദി ഓഡിറ്റോറിയത്തിൽ വെച്ചെടുക്കുകയാണ്. പറയുമ്പോൾ കേശവദേവ് സ്മാരക സമിതിയുടെ ഭാരവാഹികളെ കെ ഗോവിന്ദവർമ്മരാജ, അദ്ദേഹമാണ് ഇതിൻ്റെ മുഖ്യ രക്ഷാധികാരി. PT നിസാർ ഇതിൻ്റെ സെക്രട്ടറി, PK ജയചന്ദ്രൻ ഇതിൻ്റെ കൺവീനർ. കേശവദേവിനെ സംബന്ധിച്ച് നമുക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കേരളത്തിലെ ഇപ്പം മലയാള കവിതാരംഗത്തെ ത്രിമൂർത്തികളെ, കവിത്രയങ്ങളെപ്പോലെ ഉള്ളൂരും ആശാനും വള്ളത്തോളും, അതോടൊപ്പം തന്നെ ത്രിമൂർത്തികൾ മലയാള സാഹിത്യത്തിൽ ത്രിമൂർത്തികളാണ് കേശവദേവും ബഷീറും തകഴിയൊക്കെ. അദ്ദേഹത്തെപ്പറ്റി ധാരാളം കാര്യങ്ങൾ, ഏകദേശം 25ഓളം നോവലുകൾ രചിച്ചിട്ടുണ്ട്, 17ഓളം ചെറുകഥാ സമാഹാരങ്ങൾ, അതോടൊപ്പം തന്നെ ഏകാംഗങ്ങൾ രചിച്ചിട്ടുണ്ട്. ഓടയിൽ നിന്ന് എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിനാണ് മലയാളത്തിൽ രമണനും ബാല്യകാലസഖിയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ പുസ്തകം രമണൻ. അദ്ദേഹത്തിൻ്റെ അയൽക്കാരൻ എന്ന പുസ്തകത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കണ്ണാടി മറ്റൊരു അറിയപ്പെടുന്ന പുസ്തകമാണ്. അപ്പോൾ ഇതിൽ എനിക്ക് പ്രത്യേകമായി പറയാനുള്ളത്, അദ്ദേഹത്തിൻ്റെ ചെറുകഥ സമാഹാരത്തിൽ പത്രക്കാരൻ എന്ന് പറഞ്ഞൊരു ചെറുകഥ ഉണ്ട്. അതൊരു പത്രപ്രവർത്തകനെക്കുറിച്ചുള്ളതാണ്. എപ്പോഴും എൻ്റെ മനസ്സിൽ ഊറി നിൽക്കുന്ന ഒരു സംഭവമാണ് അത്. അദ്ദേഹത്തിൻ്റെ ചെറുകഥകളിൽ അദ്ദേഹത്തിന് ഇപ്പോൾ KT മുഹമ്മദിൻ്റെ കണ്ണുകൾ, ആ സമയത്ത് ഇദ്ദേഹത്തിന് ഈ ചെറുകഥയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമിൻ്റെ അവാർഡ് കിട്ടിയ ചെറുകഥയ്ക്ക്. ഒരു പത്രക്കാരന് രാവും പകലും അധ്വാനിക്കും, ഒരു തൊഴിലാളി നേതാവിനെ മന്ത്രിയാക്കുകയാണ്. എഴുതി ഫീച്ചർ എഴുതി, ഇദ്ദേഹത്തെപ്പറ്റി റിപ്പോർട്ടുകൾ എഴുതി, സ്റ്റോറികൾ എഴുതി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുതലാളിയും ഇതിനെ സമീപിക്കും. അങ്ങനെ ഇദ്ദേഹം MLA ആയി, മന്ത്രിയായി കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം വളർന്നതോടൊപ്പം ഈ പത്രക്കാരന് വളർന്ന് അദ്ദേഹത്തിന് പ്രായമായി കാസരോഗിയായി മാറി. അവസാനം ഇദ്ദേഹത്തിൻ്റെ പറ്റി സ്റ്റോറികൾ എഴുതിയത്, ഫീച്ചറുകൾ എഴുതിയത് രാവും പകലും. അപ്പം എന്തെങ്കിലും സ്റ്റോറി അതായിട്ട് ഈ പത്ര ഓഫീസിൽ വന്ന് നിൽക്കും, സാറേ ഇത് നാളത്തെ പത്രത്തിൽ വരണം. അദ്ദേഹം കൊടുത്ത് അദ്ദേഹം ഈ പത്രക്കാരൻ, അപ്പോൾ ആര്യനാണ് കഥാപാത്രത്തിൻ്റെ പേര്, അത് ആര്യന് വേണ്ടി സ്റ്റോറികൾ എഴുതി ഇദ്ദേഹം കാസരോഗിയായി മാറി. അവസാനം ഈ നമ്മുടെ ട്രേഡ് യൂണിയൻ നേതാവ് മന്ത്രിയായപ്പോൾ നമ്മുടെ പത്രക്കാരൻ കാസരോഗിയായി മാറിയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സഹായത്തിന് വേണ്ടി മന്ത്രിയെ പോയി കണ്ടപ്പോൾ ആ മന്ത്രിയും അതോടൊപ്പം തന്നെ ആ പത്രമുതലാളിയും ഇദ്ദേഹത്തെ നോക്കി പരിഹസിച്ചിരിക്കുക എന്നുള്ളത്. ഇത് ഞാൻ പറഞ്ഞു, എന്നെപ്പോലെയുള്ള പത്രപ്രവർത്തകരെ സംബന്ധിച്ച് ധാരാളം ആളുകൾ ജീവിതകാലം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി ഫീച്ചറുകൾ എഴുതി, ലേഖനങ്ങൾ എഴുതി അവർ ഉയർന്നു പോകുന്നതോടൊപ്പം തന്നെ നമ്മുടെ പത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ രോഗികളായി മാറുന്നു, ഒരു വിധത്തിൽ സഹായിച്ചില്ല. ഇത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ ചെറുകഥാണ്. അതോടൊപ്പം നമ്മുടെ പത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ ഊറി നിൽക്കുന്ന ചിലപ്പോൾ പലരുടെയും അനുഭവങ്ങൾ. ഇപ്പോൾ കോഴിക്കോട്ട് നിന്ന് ഞാൻ പേരെടുത്ത് പറയുന്നില്ല, നമ്മുടെ എക്സ്പ്രസ്, പിന്നെ അതേമാതിരി തന്നെ രാമേട്ടന്, അങ്ങനെ പല ആളുകളും മലബാർ എക്സ്പ്രസ് ഉണ്ട്. പലരുടെ സ്ഥിതികൾ അവസാനം വേദനാകരമായ അവസരമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലൊന്നും ലഭിക്കാത്ത അദ്ദേഹം ഒരു പത്രക്കാരൻ കൂടിയായിരുന്നു. തൊഴിലാളി എന്ന പത്രത്തിൽ അദ്ദേഹം ഒരു കാര്യം ഞാൻ വിട്ടുപോയത് വെച്ചാൽ, വളരെ ദക്ഷിണശാലിയായ ആദർശധീരനായ തൊഴിലാളി എന്ന പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നു കേശവദേവ്. അതോടെ നമ്മൾ സ്വദേശാഭിമാനി തുടങ്ങിയ 5ഓളം പത്രങ്ങളുടെ ഏകദേശം ഏകോപന സമിതിയുടെയും പത്രാധിപരായിരുന്നു. ഈ കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തെ സംബന്ധിച്ച് ശ്രദ്ധേയനായ ഒരു പത്രപ്രവർത്തനം കൂടിയായിരുന്നു. അപ്പോൾ ഈ അവസരത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്നത്, അദ്ദേഹത്തെ പോലെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ സംഘടന ആളുകളൊക്കെ ജീവിതത്തിലൊന്നും നേടാതെ ത്യാഗവും പ്രയാസവുമാണ്. അവർക്ക് വേണ്ടി നമ്മുടെ ഈ അക്ഷര പൂജയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഭാരവാഹികൾ രാവും പകലും ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നു, നിങ്ങൾ പത്രക്കാർ ഇതിനു വേണ്ടി ചെയ്യുന്നു. അവരെ പറ്റി എഴുതുന്ന 2 വാക്കുകൾ. അപ്പോൾ അദ്ദേഹം ജനിച്ചിട്ട് 120 വർഷമായി, മരിച്ചിട്ട് ഏകദേശം ഒരു 21 വർഷമായി. പക്ഷേ അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ പേനകളിൽ നിന്ന് വീഴുന്ന വരികളാണ്. അതുകൊണ്ട് ഈ നമ്മുടെ സംരംഭത്തിന് സഹായിക്കണം. അത്തരത്തിലുള്ള നമ്മുടെ ദീപസ്തംഭങ്ങൾ മലയാള ഭാഷയെ, മലയാള സംസ്കാരത്തെ നിലനിർത്തിയ അത്തരം സാഹിത്യകാരന്മാരെ, പത്രപ്രവർത്തകരെ
ഓർമ്മിക്കുന്നതിനുള്ള സമയത്തിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. ഇ കെ ഗോവിന്ദനാഥ് അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോക്ലോറിൻ്റെ ഹെഡായിരുന്നു. അദ്ദേഹമാണ് ഇതിൻ്റെ രക്ഷാധികാരി. ഗോവിന്ദ സാർ ഒരു സന്ദേശം നിങ്ങൾക്ക്. പ്രിയപ്പെട്ടവരെ, ആറ്റക്കോയ സാഹിബ് വളരെ വളരെ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്. കാരണം ഇന്ന് കേശവദേവനെപ്പോലുള്ള സാഹിത്യകാരന്മാർ ആവശ്യമുള്ളൊരു കാലമാണ്. കാരണം എല്ലാം വെറും തള്ളുകൾ നടക്കുന്ന കാലത്ത് ഏതിൽ നോക്കിയാലോ മാധ്യമങ്ങൾ മുഴുവൻ നോക്കിയാൽ തള്ളുമയാണ്. സ്വയം തള്ളുക, മറ്റുള്ളവരെ തള്ളുക, ഇല്ലാതാക്കുക, അങ്ങനത്തെ ഒരവസ്ഥയാണ്. ആ അവസ്ഥയിൽ സത്യത്തിന് വേണ്ടി നിലകൊണ്ട, സത്യത്തിൻ്റെ വാക്കുകൾ മാത്രം പറഞ്ഞ സഞ്ചാരി സത്യവാനാണെന്നുണ്ട്. ചെറുപ്പം മുതൽ തന്നെ ഒരു കുലത്തിൽ ജനിച്ചിട്ട് ആ വാല് പോലും മുറിച്ച് കളയാൻ ധൈര്യം കാണിച്ച ആളാണ്. അങ്ങനെ ഒന്നും പറ്റാത്ത ആൾ. നിങ്ങൾ എം ടി വാസുദേവൻ നായരൊക്കെ ആയാലും മുഴുവൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു നായർ പ്രൗഢി കഥകളിലൊക്കെ കാണാൻ കഴിയും. പക്ഷെ കേശവദേവൻ അങ്ങനെ കാണാനേ കഴിയില്ല. ഓടയിൽ നിന്ന് പറയുന്ന ആ കൃതി തന്നെ ഇപ്പം വളരെ കൃത്യമായി മനോഹരമായി എല്ലാം ആറ്റക്കോയ പറയുണ്ടായി. അപ്പോൾ അത്രയും ഒരു വലിയ പ്രതിബദ്ധതയുണ്ടായിരുന്ന വലിയ സാഹിത്യകാരൻ. നമ്മളൊക്കെ വായിച്ച് വളർന്നത് ഈ കവിത്രയങ്ങളെപ്പോലെയും നോവൽ ത്രയങ്ങളെല്ലാം വെച്ചിട്ട് തന്നെയാണ് വളർന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു നിഷേധ സ്വഭാവം നമുക്കുണ്ട് ജീവിതത്തിൽ. അപ്പോൾ അങ്ങനെ ഒരു മാതൃകാ മനുഷ്യനെ ഓർമ്മിക്കുന്നത് തന്നെ പോലും പുതിയ തലമുറയോട് ചെയ്യുന്ന ഏറ്റവും വലിയ മഹത്വമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അക്കാര്യത്തിലൊരു തിരിച്ചുവരവ് വേണ്ടത് ആവശ്യമാണ്. അത്തരത്തിലുള്ള സാഹിത്യകാരന്മാരെയും എഴുത്തുകാരെയും ഒന്ന് വീണ്ടും ഒരു പുനർവായനക്ക് വിധേയമാക്കുകയും അങ്ങനെ ആ പുനർവായനയിലൂടെ നമ്മുടെ സ്വഭാവത്തെ പവിത്രീകരിച്ചെടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കണം. അതാണ് വാസ്തവത്തിൽ കേശവദേവൻ നമുക്ക് ചെയ്യുന്നത്. കേശവദേവനെക്കുറിച്ചെല്ലാം പറയാമെന്ന് പറഞ്ഞാൽ വിഷമിക്കാതെ അയാൾ ഓരോ വാക്കിനും സത്യത്തിൻ്റെ വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ. അയാൾ എന്തൊക്കെ ചെയ്തു എന്നുള്ള അനുഭവങ്ങൾ ശരിക്ക് പറയുന്നു. ആ കഥകൾക്കെല്ലാം അദ്ദേഹത്തിൻ്റെ എല്ലാ കഥകൾക്കും ഓടയിൽ നിന്ന് പോലുള്ള, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അയൽക്കാർ ആദ്യത്തെ ആ എല്ലാ കഥകളും എടുത്ത് നോക്കിയാലും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പിന്നെ ആത്മകഥ പോലും എതിർപ്പ് അത്തരത്തിലുള്ള കാര്യമാണ്. കാരണം സത്യത്തിൽ ജീവിക്കുക എന്നാൽ ഇന്ന് അസത്യങ്ങൾ മാത്രം കൊണ്ട് ജീവിക്കുന്ന കാലമാണ്. എല്ലാം അസത്യമാണ്. സത്യത്തെയും അസത്യവും തിരിച്ചറിയാൻ കഴിയാത്തൊരു സാഹചര്യമാണ് പത്രമാധ്യമങ്ങളും എല്ലാം ഇപ്പം ചെയ്തു വരുന്നത്. അത് കുറ്റപ്പെടുത്തതായിട്ട് തോന്നരുത്. പലപ്പോഴും നമ്മൾ പറയുന്നതാണ്. ഒരാൾ പറയും ആന്ധ്ര കുംഭകോണത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് EMSനെ തേജോവധം ചെയ്തിരുന്നു. അതേ ആൾ തന്നെ മനോരമേൻ്റെ ലേഖനത്തിൻ്റെ പൈസ പാർട്ടി ഓഫീസിൽ കൊടുത്ത് അവിടെ നിന്നാണ് സാരി വാങ്ങിച്ചതെന്നൊക്കെ പറയുന്നത് അങ്ങനെയും പിന്നീട് ചിത്രീകരിക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. കുറേ ആൾ കുംഭസാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള കുംഭസാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കുംഭസാരം നടത്താനുള്ളൊരു അവസ്ഥയില്ലാതെ സത്യത്തോട് നിൽക്കുക എന്നുള്ള, ആ സത്യത്തോട് നിൽക്കുന്ന ജീവിതം സത്യമായി കണ്ടിട്ടുള്ള ഈ നോവൽ ത്രയങ്ങളിലെ ഏറ്റവും നിഷേധിയെന്ന് തോന്നിക്കുന്ന സത്യസന്ധനായ മനുഷ്യനെ ഓർമ്മിക്കാൻ വേണ്ടി നിങ്ങളും കൂടി ഒന്ന് ഞങ്ങളുടെ സഹായിക്കണമെന്ന് മാത്രമാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. പുരസ്കാരം കിട്ടുന്ന നിസാർ അദ്ദേഹത്തെ പറ്റി പറയും. ONGM ഉസ്മാനാണ് ഈ കേശവദേവ് പുരസ്കാരം. നമ്മുടെ പരിപാടി ബഹുമാനപ്പെട്ട നോർത്ത് IG K സേതുരാമൻ സാർ IPS ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം ഒരു സാഹിത്യകാരൻ കൂടിയാണ്. അദ്ദേഹം കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ഇപ്രാവശ്യത്തെ അവാർഡ് കൊടുക്കുന്നത്, നമ്മുടെ കേശവദേവിൻ്റെ പേരിലുള്ള നാമധേയത്തിലുള്ള പുരസ്കാരം കൊടുക്കുന്നത് ONGM ഉസ്മാൻ ഒരിയാനക്കാണ്. അദ്ദേഹം ഏതാണ്ട് 38 വർഷത്തോളം ബഹ്റൈനിൽ പ്രവാസിയെ ജീവിക്കുകയും വളരെ കഷ്ടപ്പെട്ട് പ്രവാസി ജീവിതം അനുഭവിച്ചൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. മാത്രമല്ല ആ കാലത്ത് തന്നെ അദ്ദേഹം ധാരാളം ചെറുകഥകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ 3 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന, നമ്മുടെ നാട്ടിലെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജീവിതങ്ങളുടെ ആവിഷ്കാരമാണ് ഉസ്മാൻ ONGMത്തിൻ്റെ ചെറുകഥകൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഈ പുരസ്കാരത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇപ്രാവശ്യത്തെ പുരസ്കാരം ONGM ഉസ്മാൻ ഒരിയാനക്കാണ് നൽകുന്നത്. അപ്പോൾ ഇനി വല്ലതും ചോദിക്കാനോ പറയാനോ എല്ലാവരും സഹകരിക്കുക. നമ്മളാകെ ജീവിതത്തിൽ ചെയ്യാനുള്ളത് ഈ സാഹിത്യകാരന്മാർക്കുള്ള ഈ അക്ഷരപൂജ ആണ്. അപ്പോൾ 30-ാം തീയതി ചെയ്യുക. എല്ലാ കാര്യങ്ങളും ഉണ്ടാവുമോ അത് വെച്ചാൽ നമ്മൾ യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. എഴുതിയിട്ടുണ്ട്. അതിന് മറുപടി പേപ്പർ ഒരു ലെറ്റർ തന്നിട്ടുണ്ട്. അവർ യൂണിവേഴ്സിറ്റി സ്ഥലം തരാണെങ്കിൽ ഞങ്ങൾക്ക് പോരാം, അല്ലെങ്കിൽ കോഴിക്കോട്ട് ചെയ്യും. കാരണം ഞങ്ങൾ പല സ്ഥലങ്ങളും നോക്കുന്നുണ്ട്. മൊയ്ത് മൊയ്ലവി സ്മാരകം ഉണ്ടല്ലോ ബീച്ചിലുള്ള, അവിടെ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ ബാക്കിയുണ്ട്. അതുകൊണ്ട് അവർക്ക് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒരുവിധം
ഫേവറായിട്ടുള്ളൊരു റിപ്ലൈ കിട്ടിയിട്ടുണ്ട്, പരിഗണിക്കുക എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ യൂണിവേഴ്സിറ്റി തന്നെ ആയിരിക്കും പിന്നെ, കാരണം ആ രീതിയിലുള്ളൊരു സാഹിത്യകാരനാണല്ലോ.